ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛനൊരു ഹാർട്ട് പേഷ്യന്റാ. ദയവ് ഇത് അച്ഛനെ ഇപ്പൊ അറസ്റ്റ് ചെയ്തോണ്ട് പോരുത് പ്ലീസ് സർ. ഈ ചടങ്ങ് കഴിഞ്ഞ് ഞങ്ങൾ തന്നെ അച്ഛനെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഹാജരാക്കിക്കോളാം. അതൊന്നും നടക്കില്ല. ഇപ്പൊ അറസ്റ്റ് ചെയ്തേ പറ്റൂ. സർ കുറച്ച് ദയ കാണിക്കണം പ്ലീസ് സർ. അച്ഛനെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോരുത്. പ്ലീസ് സർ, ഞാൻ പറയുന്നൊന്ന് കേൾക്കണം സർ. കുറച്ച് സമയം തരണം ദയവേത്. അച്ഛനെ ഇപ്പൊ അറസ്റ്റ് ചെയ്യരുത് സർ. വക്കീലിനെ വിളിക്കാനുള്ള സമയമെങ്കിലും തരണം സർ. ഞങ്ങൾ ആരും ഇത് മനഃപൂർവ്വം ചെയ്തതല്ല. അതൊന്നും ഞങ്ങൾക്കറിയേണ്ട കാര്യമില്ല. തൽക്കാലം ഞങ്ങൾക്ക് ഇയാളെ കൊണ്ടുപോയേ പറ്റൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കോടതിയിൽ നിന്ന് ജാമ്യത്തിന് ശ്രമിക്കാം. പക്ഷേ ഈ കേസിൽ ഒരു കോടതിയും ഇയാൾക്ക് ജാമ്യം കൊടുക്കില്ല. പിടിച്ചു കേട്ടോ. അയ്യോ വേണ്ട സർ. സർ വേണ്ട സർ. അയ്യോ പ്ലീസ്. അയ്യോ അച്ഛാ, അച്ഛനൊന്നും പേടിക്കണ്ട. അച്ഛനെ ഞാൻ എങ്ങനെയെങ്കിലും ജാമ്യത്തിൽ ഇറക്കും. അച്ഛൻ വിഷമിക്കണ്ട അച്ഛ. നമ്മുടെ വീടിനെ ബാധിച്ച ദോഷം തീർന്നിട്ടില്ല എന്ന് കരുതിയാ മതി. അയ്യോ അച്ഛ. അച്ഛാ 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 അച്ഛാ, ഞങ്ങൾ ഉടനെ വക്കീലിനെ ഏർപ്പാടാക്കാം. ടെൻഷൻ അടിക്കല്ലേ. അച്ഛൻ ടെൻഷൻ ആവണ്ട. അച്ഛാ ഈ ചടങ്ങ് നടത്തരുതെന്ന് അച്ഛൻ പറഞ്ഞ എന്തുകൊണ്ടാണെന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ? വളകാപ്പ് ചടങ്ങിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിയപ്പോ തന്നെ കമ്പനിയിൽ തീപിടുത്തമുണ്ടായി. ഇപ്പോ ഒരു തൊഴിലാളി കൂടി മരിച്ചു. ഇനി എത്ര പേര് മരിക്കുന്ന ആർക്കറിയാം? ഇതിനെല്ലാത്തിനും കാരണം നിന്റെ വയറ്റിൽ കിടക്കുന്ന ഈ നശിച്ച കുഞ്ഞിന്റെ രൂപമുള്ള പിശാച. അറസ്റ്റ് ചെയ്യാൻ പോലീസ് വരുന്ന അച്ഛൻ നേരത്തെ അറിയായിരുന്നു. അതുകൊണ്ടാ അച്ഛൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. എന്നിട്ടും നിങ്ങൾ പോയി അച്ഛനെ വിളിച്ചോണ്ട് വന്നു. നിർബന്ധിച്ച് ഈ ചടങ്ങിന് കൊണ്ട് നിർത്തി. നിങ്ങളോട് ആരോടും ഒന്നും പറയാൻ കഴിയാതെ എല്ലാം ഉള്ളി വെച്ചോണ്ടാ ആ പാവൻ ചടങ്ങിന് നിന്ന് തന്നത്. നിന്റെ ഈ കുഞ്ഞു കാരണം ഇനി ഈ വീട്ടിൽ കുരുതി ഒരുപാട് നടക്കും. കാലന്റെ കൈക്കുഞ്ഞാണെന്ന് തോന്നുന്നു നിന്റെ വയറ്റിൽ വന്ന് ജനിച്ചത്.